എത്ര പുള്ളിക്കൊയിലുകൾ പോന്നിട്ടുണ്ടാവുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ കോളേജിൽ ഒരു ഗ്ലാമർ താരം തന്നെയായിരുന്നു ആ സമയത്ത്. അതൊന്നുമില്ല ഈ പാട്ട്. ചേട്ടാ പക്ഷെ ഉണ്ടല്ലോ, നമുക്ക് എത്ര പ്രായമായി എന്നുള്ളതല്ല, ചേട്ടന് ഇപ്പോഴും കണ്ടാൽ ഒരു 25-കാരനെ പോലെ നിൽക്കുന്നതിനുള്ള കാരണം ചേട്ടന്റെ മനസ്സ് ആ കറുത്ത ഷർട്ട് പോലെ അല്ല. ആ കറുത്ത ഷർട്ടിനുള്ളിൽ ചേട്ടന്റെ മനസ്സ് വലിയൊരു വെളുത്ത മനസ്സാണ്. ആ ഒരു എല്ലാവരോടും സ്നേഹിക്കാനും എല്ലാവരോടും നല്ലത് പറയാനും എല്ലാവരെയും ചിരിപ്പിക്കാനും ചേട്ടൻ ദൈവം ഭയങ്കര അനുഗ്രഹം തന്നിട്ടുണ്ട് ഇല്ലേ? എന്നിരുന്നാലും ചേട്ടൻ്റെ സിനിമാ ജീവിതവും ചേട്ടൻ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും എനിക്ക് ചെറിയ വിഷമം ചേട്ടനെ പറ്റി തോന്നിയേക്കുന്നത്, ഈ സുഹൃത്തുക്കള് ദിലീപേട്ടനെ ഒത്തിരി സഹായിച്ചു, നാദൃഷയ്ക്ക് ഒത്തിരി അല്ലേ? പക്ഷെ ഞാൻ വേറൊരു കാര്യം കേട്ടത്, നാദൃഷയ്ക്ക് എൻ്റെ ഒരു ഗോഡ് ഫാദർ ആണ്, ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും ഫീൽഡിലോട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ നാദൃഷയ്ക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ടോ എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് ഏലൂർ ജോർജ് ആന്ന് പറഞ്ഞപ്പോൾ അതിലേറെ എനിക്കൊരു അത്ഭുതമായിരുന്നു. അതെന്താ ചേട്ടാ അതിൻ്റെ ഒരു? അത് നാദൃഷ മിമിക്രി ഫീൽഡിലേക്ക് യാദൃശ്യമായിട്ട് വന്നതാണ്. അതിനുള്ള അതും ഒരു നിമിത്തം ഞാൻ ആയിരുന്നു, അത്രേ ഉള്ളൂ. അതെ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രമേശ് കുർമ്മശ്ശേരി സന്തോഷ് ഒരു ട്രൂപ്പായിട്ട് മട്ടാന്ന് പറയില്ലേ, അങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിൽ സന്തോഷിന് കലാഭവനിലേക്ക് ഒരു അവസരം കിട്ടി സന്തോഷിന്. അപ്പോൾ രമേശ് കുർമ്മശ്ശേരിയുടെ കൂടെ മിമിക്രിക്ക് പോകാൻ ആളില്ല. അപ്പോൾ നാദൃഷ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഏലൂര് ഇനി ജോർജ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവിടെ പുള്ളി മിമിക്രിയൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ രമേശ ഓർമ്മ വെച്ചിട്ട് നാദൃഷിനെ കാണാൻ വേണ്ടി വന്നിട്ട് ആ ജോർജിനൊന്ന് പരിചയപ്പെടുത്തണം, ഇങ്ങനെ മിമിക്രിക്ക് വിളിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ വേറൊരു വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു. നാശത്തെ ആ വീട്, നാശയും രമേശനും കൂടി സൈക്കിളിന് ആ വീട്ടിൽ വന്ന് അവിടെ വെച്ച് റിഹേഴ്സൽ നോക്കിയാണ്. അപ്പോൾ നാശയുടെ മാറി നിൽപ്പുണ്ട്. റിഹേഴ്സൽ നോക്കുന്ന സമയത്ത് റേഡിയോ ഐറ്റം ഉണ്ട്. അപ്പോൾ റേഡിയോ ഓൺ ചെയ്യുന്നു. അന്നത്തെ ഐറ്റം സൂപ്പർ ഹിറ്റ് അതൊക്കെയാണല്ലോ. റേഡിയോ ഓൺ ചെയ്യുന്നു, ഇങ്ങനെ ഓൺ ചെയ്യുന്നു, അങ്ങനെ മ്യൂസിക് ഉണ്ടല്ലോ സ്റ്റാർട്ടിങ്. ആ മ്യൂസിക് രമേശ് ഇങ്ങനെ എടുത്തപ്പോഴും നാദൃഷ കറക്റ്റ് ചെയ്തു. നാദൃഷ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണെന്നും കൊണ്ട് നാദൃഷ കറക്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നോക്കിയത് കൊള്ളാമല്ലോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞത്, എടാ നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ നിൽക്കില്ല, ഹിന്ദി പറയണത്, ഞാൻ പാട്ടൊക്കെ പറയണത് അതൊന്നും പറ്റില്ല എന്ന്, നീ പുറകിൽ നിന്ന് കേൾപ്പിച്ചാൽ മതി, ഇത്ര സംഭവം പുറകിൽ നിന്ന് കേൾപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കയറ്റി 3 സ്റ്റേജ് സൂപ്പർ ഇതായിരുന്നു. അങ്ങനെ നാദൃഷക്കും താല്പര്യമായി. അങ്ങനെ നാദൃഷ യാദൃശ്യമായിട്ട് മിമിക്രിയിലേക്ക്. ഒരുപാട് നാദൃഷയ്ക്ക് മാത്രമല്ല, ഒത്തിരി കലാകാരന്മാർക്ക് ഒരുപക്ഷെ ജോർജ് ചേട്ടനിലൂടെ ഒരു കൈ പിടിച്ചു കൊടുത്തു എന്ന് ചേട്ടൻ തോന്നിയിട്ടുണ്ട് അല്ലേ? പേരെടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ദിലീപ് ഹരിശ്രീയിലേക്ക് വരാൻ കാരണം ഞാനാണ്. ഹരിശ്രീ എന്ന ട്രൂപ്പിലേക്ക് വന്ന് ഞങ്ങളുടെ 5 വർഷം ഹരിശ്രീ ശേഷം ഞങ്ങളെല്ലാവരും കൂടി എന്നെ ഫർഗീസ് ഞങ്ങളെല്ലാവരും കൂടി 5 വർഷക്കാലം ഹരിശ്രീയിലുണ്ടായിരുന്നു. ദിലീപ് ഹരിശ്രീയിലേക്ക് വരാനുള്ളൊരു നിമിത്തമായിരുന്നു. അതൊന്നും ആർക്കും അങ്ങനെ ചിന്തിക്കുന്നില്ല ദിലീപിനെ പറ്റിയും ആരെ പറ്റിയും. നോട്ടീസബിൾ പേഴ്സൺ ആയിരുന്നു ദിലീപ്. ആ ഒരു ഗ്രൂപ്പിലെ തികച്ചും എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടിരുന്നു. ഏത് സംഭവം കിട്ടിയാലും അപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് ഭയങ്കര ഹ്യൂമർ സെൻസ്. ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും സുഹൃത്തുക്കള് സഹായിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല ചേട്ടന്. ഇപ്പൊ ലാസ്റ്റ് ചേട്ടൻ ദിലീപേട്ടൻ്റെ കൂടെ ചെയ്തത് കമ്മത്താൻ വളരെ ശ്രദ്ധേയമായ ഒരു വേഷമാണ്. നല്ലൊരു വേഷം ചേട്ടൻ, ശ്രദ്ധേയമായ വേഷമാണ് അത്. ഞാൻ കണ്ടല്ലോ, പക്ഷെ അത്ര ശ്രദ്ധേയമല്ലായിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചിരുന്നാലേ കാണാൻ പറ്റുള്ളൂ ശ്രദ്ധേയമായ വേഷം എന്ന് പറയാൻ. പക്ഷെ എന്നാലും നല്ലൊരു സിനിമയിൽ അഭിനയിച്ചു. ഞാൻ ഒത്തിരി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ പടത്തിൽ ദിലീപ് വിളിച്ചിട്ട് തന്നെ ഞാൻ പോയേക്കണത്. പാണ്ടിപ്പട ചെയ്തിട്ടുണ്ട്. പാണ്ടിപ്പടയിൽ നല്ല സീനായിരുന്നു. പിന്നെ കല്യാണരാമൻ, അങ്ങനെ കുറേ സിനിമകളില്ലേ. പിന്നെ സുഹൃത്തുക്കൾ സഹായിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. അവരൊക്കെ അവസരം നന്നായിട്ട് തന്നെ സഹായിച്ചു. പിന്നെ വിദേശ ട്രിപ്പുകൾ ഒന്നിച്ച് ട്രിപ്പുകൾ പോയിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അന്നത്തെ നമ്മുടെ ഹരിശ്രീയിലൊക്കെ ചേട്ടന്റെ പ്രധാന ഐറ്റം എന്തായിരുന്നു? എന്റെ പ്രധാനമായിട്ടും ഞാൻ ഋതം സൈഡാണല്ലോ. ഞാൻ മ്യൂസിക് കൊണ്ട് വായിക്കുന്നത്, തബല, മൃദംഗം. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ദിലീപേട്ടൻ ഷോയ്ക്ക് പോയപ്പോ അന്ന് എന്തോ അത് ചെയ്യേണ്ടത് എന്തോ മണിച്ചേട്ടൻ കണ്ടായിരുന്നു തോന്നുന്നു. ഭാഗവതരായിട്ട് വരേണ്ട കച്ചേരിക്ക് ഭാഗവതരായിട്ട് വരണം. എനിക്കാണ് ഭയങ്കര പേടി. ഞാൻ സ്റ്റേജിൽ ഒന്നും സ്കിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ജോർജ് ചേട്ടനാണ് എന്നെ നിർബന്ധിച്ചു, റീമി ചെയ്തോന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, ഒരു ഐറ്റം എന്തായാലും പെട്ടെന്ന് ഭാഗവതരെ ഇരുന്ന് പാടുന്നു. അപ്പത്തേക്കും ദിലീപേട്ടൻ ഇങ്ങനെ ഒരു അമ്പലപ്പറമ്പിൽ ഇങ്ങനെ. അതെ അതെ, ദിലീപ് സംഘാടകനായിട്ട് ഫാദർ ഓടിച്ചിട്ട് തല്ലുന്നു, കച്ചേരി നടത്തുന്നു. അപ്പൊ അന്ന് പാടി ആ പാട്ട് അന്ന് എനിക്ക് സ്കിറ്റ് ചെയ്യാനുള്ള പ്രചോദനം ജോർജ് ചേട്ടനായിരുന്നു. ഇത് തന്നെയാണ് ജോർജ് ചേട്ടന്റെ കുഴപ്പം, എല്ലാവരും പ്രചോദനം കൊടുത്തു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു സെമി ക്ലാസിക്കൽ പാട്ട് വല്ലതും, ക്ലാസിക്കൽ പാട്ട് വേണം അല്ലേ? നമുക്ക് നമ്മുടെ MP ശ്രീകുമാർ ആലപിച്ച് സ്വാമിനാഥൻ ഞാൻ രണ്ടുപേരും പാടാം.